സന്നിധി തന്നിൽ നായക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തിൽ പ്രഭാത ജാഗരണത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ട ഭാഗം ഒരു പ്രത്യേകമായ ഗായക സംഘം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ആപ്തവാക്യമായി നൽകിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 3-ാം വാക്യം. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായവയും സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവയും ആകുന്നു. ഈ വചനങ്ങൾ നിങ്ങൾ ആദരമായിരിക്കട്ടെ. 2021 ജനുവരി മാസം 30-ാം തീയതി ചെന്നൈ നഗരത്തിൽ ഒരു വലിയൊരു ഗായക 1,21,440 പേർ ആ സംഘത്തിൽ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ തിരുവചനം പറയപ്പെടുന്നത് നാളിതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും നാളിതുവരെയും പാടാത്തതും നാളിതുവരെയും സംഗീതം ചെയ്യാത്തതുമായിരിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഗാനം 1,44,000 പേർ ദൈവസന്നിധിയിൽ പാടുന്ന ഒരു സുദിനം ആഗതമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ 144,000 പേർ പാടുന്നതായ ഗാനം മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടാകുന്നു. ആ പാട്ട് ഒരു വിടുതലിൻ്റെ ഗാനമാകുന്നു. നാം വെളിപ്പാട് 15:3 പറഞ്ഞതുപോലെ: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ എന്ന ഈരടികളുടെ ചേർത്ത് പാടുന്നതായ ഒരു ഗാനമായിരിക്കും ആ സ്വർഗീയ ഗായക സംഘങ്ങൾ പാടുന്നത്. മോശയും ഇസ്രായേൽ മക്കളും എന്ന് അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടിച്ചൊല്ലിയതെന്തെന്നാൽ: ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരിക്കുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്ന് മോശയും ഇസ്രായേൽ ജനവും പാടിയതായ ഒരു സുദിനം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചതായ വിടുതലിൻ്റെതായ ആ സന്തോഷം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം, ആ സന്തോഷത്താലാകുന്നു അവരെ വിടുവിച്ചതായ ദൈവത്തെ പാടി സ്തുതിച്ചത്. ആയതുപോലെ കുഞ്ഞാടിൻ്റെ പാട്ടും ഈ അന്ധകാര ശക്തിയിൽ നിന്നും തൻ്റെ മക്കളെ വിടുവിച്ചതായ ആ സന്തോഷം, രോഗമില്ലാത്ത നാട്ടിലേക്ക് സ്വീകരിച്ചത്, മരണമില്ലാത്ത നാട്ടിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തതിൻ്റെ, ഈ നശിച്ചുപോകുന്നതായ ലോകത്ത് നമ്മളെ വിടുവിച്ചതിൻ്റെ ആ വിടുതലിൻ്റെതായ ഒരു ഗാനം, മോശയുടെയും കുഞ്ഞാടിൻ്റെയും ആ വിടുതലിൻ്റെതായ രക്ഷയുടേതായ ഗാനത്തെ ആലപിക്കുമ്പോൾ അത് കേൾക്കുവാൻ നാം ഓരോരുത്തരും ഉണ്ടായിരിക്കണം. 144,000 പേർ ആ രക്ഷയിൻ സന്തോഷം സ്തോത്രയജ്ഞങ്ങൾ അർപ്പിക്കുമ്പോൾ: യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ എന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ പാടുമ്പോൾ, ലോകത്തിൽ നിന്നുകൊണ്ട് മൃഗത്തെ സ്തുതിക്കുന്നതായ അധർമ്മികളോട് കൂടെ അല്ല നിങ്ങൾ നിൽക്കപ്പെടേണ്ടത്. ആ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങളും ഒരുങ്ങുക. ദൈവവചനം നിങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കപ്പെടുമാറാകട്ടെ. എണ്ണപ്പെടാൻ കഴിയാത്തതായ ശുഭ്രവസ്ത്രധാരികളായ വലിയൊരു സംഖ്യ കർത്താവിനെ എതിരേൽക്കാൻ പുറപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തോട് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, എൻ്റെ ജീവിതകാലം മുഴുവനും വിഷമകരമായിരിക്കുന്നതായ ബാധകളുടെ, കഷ്ടതയുടെ, പ്രയാസത്തിൻ്റെതായ നാളുകളിലായിരുന്നുവെങ്കിലും അവിടുത്തെ വചനത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാതെ നിലനിന്നതുകൊണ്ട് പ്രാർത്ഥനാനിരതനായി തിരുവചനം ധ്യാനിച്ചുകൊണ്ട് അതിൻപടി ജീവിക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ അവിടെ ശക്തീകരിക്കുമാറാകണമേ. ഈ ലോകത്തിൻ്റെതായ എല്ലാ ദുർപ്രവർത്തനങ്ങളിൽ നിന്നും, മരണകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവിടെ നിന്ന് വിടുവിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ 144,000 പേർ
അവിടുത്തെ ഭക്തനായിരിക്കുന്ന മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട് പാടുമ്പോൾ അവ പാടുവാൻ ഞങ്ങളെയും അവിടുന്ന് ചേർത്തണയ്ക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.